ഇതിനെ ചവിട്ടി അരച്ചോണ്ടിരിക്കുക. ബട്ട് ഐ ഫീൽ ലൈക്ക് തിങ്സ് വിൽ ചേഞ്ച്. ആളുകൾ മനസ്സിലാക്കും. എന്ത് സംഭവിച്ചാലും ഞാൻ ആ പിടി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആര് പറഞ്ഞിട്ടാണെങ്കിലും എന്റെ അപ്പൻ നേരിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ജാസ്മിന്റെ കൈ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ശ്രീധുന് എന്റെ സ്പേസ് വേണോ? ഒന്ന് ഇവിടുത്തെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്, പക്ഷേ എല്ലാരും വന്ന് കളിയാക്കുന്നുണ്ട്. ഇപ്പൊ ജാസ്മിൻ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ 2 ദിവസം മുന്നേ പുള്ളിക്കാരി കെട്ടാനിരുന്ന അഫ്സൽ എന്ന് പറയുന്ന പയ്യൻ ഇവളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്, നമ്മളത് റിയാക്ട് ചെയ്തതുമായിരുന്നു. എന്നാൽ അതിനുശേഷം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറി എന്നുള്ളതാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ കണ്ടവർക്ക് അത് കലങ്ങും. അപ്പൊ അത് കണ്ടപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഈ ടോപ്പിക് എടുത്തെന്ന് മാത്രം. അപ്പൊ സംഭവം പലർക്കും അറിയാം. കഴിഞ്ഞ ഞായറാഴ്ച ലാലേട്ടൻ വന്നു കഴിഞ്ഞിട്ട് ജാസ്മിനും ഗബ്രയും എഴുന്നേറ്റ് നിർത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണോ ലവർ ആണോ, ഇപ്പൊ ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നുള്ള രീതിയിൽ. അതിനുശേഷം ഭയങ്കര കരഞ്ഞുകൊണ്ടുള്ള ഡ്രാമയായിരുന്നു ജാസ്മിൻ്റെത്. കുഴങ്ങി വീഴുന്നു, എനിക്ക് കിട്ടിയാണെന്ന് പറയുന്നു, കരയുന്നു, മെഴുകുന്നു. ഭയങ്കര ഡ്രാമ ആയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ പുള്ളിക്കാരെ അങ്ങോട്ട് ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയുള്ളതാണ്. അങ്ങനെ മിനിഞ്ഞാന്ന് പുള്ളിക്കാരി അവിടുത്തെ ജിൻഡോ എന്ന് പറയുന്ന മറ്റൊരു മത്സരാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയുമായി ഇപ്പോഴത്തെ പവർ ടീമിന്റെ അടുത്ത് പോവാണ്. അപ്പൊ അന്നേരം പവർ ടീം പറയണം നമുക്ക് വൈകുന്നേരം ഒത്തുതീർപ്പാക്കാന്നുള്ളത്. പക്ഷെ ചില തിരക്കുകൾ കാരണം അവർക്ക് വൈകുന്നേരമായിട്ടും ഒത്തുതീർപ്പാക്കാൻ പറ്റില്ല. രാത്രിയായിട്ടും ഒത്തുതീർപ്പാക്കാത്തത് കണ്ടപ്പോൾ ജാസ്മിൻ രാത്രി പോയി ചോദിക്കുകയാണ് എന്താണ് ഒത്തുതീർപ്പാക്കാത്തത് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ടയർഡാണ്, നമുക്ക് നാളെ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാന്നുള്ളത്. പക്ഷെ ജാസ്മിനോട് വാശി പിടിച്ചു നിന്നുള്ളതാണ്, എനിക്ക് ഇതിന് തീരുമാനം ഉണ്ടാക്കിയേ പറ്റുമെന്ന് പറഞ്ഞോളൂ. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് കണ്ടോക്കാം. ഞങ്ങൾ ശല്യം ചെയ്യലേ, ഞങ്ങൾ പാട്ടൊക്കെ പാടാൻ വേണം. ചില അടിച്ചാട്ടെ, എന്നോട് ആരെങ്കിലും പാടറേ, ഒറ്റ മഞ്ചടിച്ചാട്ടെ, മിന്നലടിച്ചാട്ടെ, മകരം മഞ്ഞായ വല്ലാത്തൊരവസ്ഥനെ. അല്ല, ആദ്യം ജാസ്മിനോട് മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞതാണ്, പിന്നെ പോവാതെ കണ്ടപ്പോൾ ഇവർ ഇഗ്നോർ ചെയ്തുകൊണ്ട് പാട്ട് പാടാൻ തുടങ്ങിയത്. പിന്നെ അന്നിച്ചൊക്കെ പവർ ടീമിനെ നല്ലോണം ജാസ്മിനിട്ട് വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു പകരം വീട്ടിൽ അവർ കാണിച്ചതേ ഉള്ളൂ. എന്തായാലും ഇതുകൊണ്ടൊന്നും ജാസ്മിൻ വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ്. ജാസ്മിൻ അല്ലേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ പോകുന്നുള്ള നിലയ്ക്ക് ജാസ്മിനോട് നിൽക്കുകയാണ്. അവസാനം അവിടെ ഒരു വാക്കിയിട്ട് നടക്കുകയാണ്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. നീ ജോലി ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ, നീ ഇവിടെ പണിയെടുക്കൂലെന്ന് പറഞ്ഞില്ലേ, എടുക്കൂ, നീ ജോലി ചെയ്യണ്ട, നീ ജോലി ചെയ്യണ്ട, നീ ജോലി ചെയ്യണ്ട, നീ വയ്ക്കോ ചേച്ചി. ഓക്കെ, അതാണ് മനസ്സിലായല്ലോ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യില്ല എന്ന് ജാസ്മിൻ പറഞ്ഞു. അന്നേരം സിബിൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ജോലി ചെയ്യേണ്ട, ഇവിടുന്ന് പോയിക്കുന്നുള്ള ലെവലായി. എന്താ അന്ന് രാത്രിത്തെ ബാത്റൂം ഡ്യൂട്ടി ജാസ്മിൻ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നീട് അത്രയ്ക്കായിട്ട് ജാസ്മിൻ വിട്ടുകൊടുക്കണില്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ എനിക്ക് തീരുമാനം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പിന്നീട് റിഷൊക്കെ വന്നിങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട് നമുക്ക് നാളെ ഉറപ്പായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നുള്ള രീതിയിൽ എവിടെ. അതിനുശേഷം സിബിനെ പിന്നാലെ നടന്ന് വെറുപ്പിക്കുന്നുണ്ട്. അന്നേരം സിബിന് ഒരു ഡ്രാമ കളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഇന്നലെ സിബിൻ എന്നോട് പറഞ്ഞൊരു അയ്യോ അയ്യോ അമ്മ 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 അയ്യോ 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 ആരെ കൃത്രിമ ശ്വാസം കൊടുക്കാൻ പറ്റുന്നത്, ആരെ കൃത്രിമ ശ്വാസം എന്തോ അപമാനിക്കാനായിട്ട് പീക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് അല്ലെ. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിബിന് ജാസ്മിനെ ട്രീറ്റ് ചെയ്യുന്ന രീതികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ജാസ്മിൻ എന്ത് പറഞ്ഞാലും ഒരു നെവർ മൈൻഡ് പോലെ കാണുക. ഇത്രയും കാലം ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന രീതി വെച്ച് നോക്കുമ്പോൾ വല്ലാണ്ട് അങ്ങ് വെറുപ്പിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതല്ലാണ്ട് ജാസ്മിൻ എന്ത് എങ്ങോട്ട് പറയും അങ്ങോട്ട് ആർഗ്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പുള്ളിക്കാർ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ തിരിച്ച് നമുക്കൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ അന്നേരം ചെയ്യേണ്ടത് എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ള രീതിയാണ് ഇപ്പൊ സിബിൻ സ്വീകരിച്ചത് അല്ലെ. എന്തായാലും ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവിടെ ബെഡ്റൂമിൽ അപ്സരയും ഗബ്രിയും കിടക്കുന്നുണ്ട്. അന്നേരം ഗബ്രി അപ്സരനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. എല്ലാവരുടെയും പ്രൈമറി ഗോള് എന്നെ ജാസ്മിനെ തെറ്റിക്കാന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് വന്ന ദിവസം തൊട്ട് അവർ ചത്ത് കിടന്ന് പരിശ്രമിക്കുന്നുണ്ട്. പല പല സ്ട്രാറ്റജി. ചെക്കൻ ഒബ്സർവേഷൻ നോക്കണേ. പുറത്തുനിന്ന് വന്ന ആൾക്കാർ ഇവന് ജാസ്മിനെ തെറ്റിക്കാൻ വേണ്ടി വന്നതാണ് പോലും. തെറ്റിക്കാനല്ല മക്കളെ, മാക്സിമം നിങ്ങൾ ഊക്കുക, അതിന് വേണ്ടി വന്നതാണ്. അത് ഈ പൊട്ടന് ഇപ്പോൾ മനസ്സിലായിട്ടില്ലല്ലോ എന്നുള്ളതാണ്. ഇവന് വിചാരം ഇവര് തെറ്റിക്കാൻ വേണ്ടി നടക്കാന്നുള്ളതാണ്. ഇവന് വിചാരം പുറത്ത് ഇവരുടെ ജബ്രി കോമ്പോക്ക് ഭയങ്കര ആക്സെപ്റ്റൻസ് ആണെന്നുള്ളതാണ്. ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചാണ് ഇവൻ ഇവിടെ ഇരിക്കുന്നത്. എന്തൊരു ബാക്കി കൂടി കണ്ടുവെക്കാം. ഞാൻ ഇത്രയും ദിവസം കൊണ്ട് എന്തൊക്കെ കണ്ടെന്നറിയോ, എത്ര പേരുടെ എത്ര ടൈപ്പ് സ്ട്രാറ്റജി ഞാൻ കണ്ടെന്നറിയോ. സുഖിപ്പിക്കൽ സ്ട്രാറ്റജി കണ്ടു, ഭീഷണിപ്പെടുത്തൽ സ്ട്രാറ്റജി കണ്ടു, പേടിപ്പിക്കൽ സ്ട്രാറ്റജി കണ്ടു, വിഷമിപ്പിക്കൽ സ്ട്രാറ്റജി കണ്ടു, കംപ്ലീറ്റ് കണ്ടു. അതെ, അതൊക്കെ ഇവർ തെറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ളതാണ് എന്റെ വിചാരം. മാക്സിമം ഇവര് ഹൂക്കി ഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് ഇവ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. കാരണം ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ കോംബോ എന്ന് പറയുന്നത് ഒരു മരംകൾട്ടായിട്ട് മാറി എന്നുള്ളതാണ്. തുടക്കത്തിൽ കുറെ പറഞ്ഞു നോക്കിയിട്ട് മാറില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താക്കാം ആ രീതിയിൽ അങ്ങ് ആസ്വദിച്ച് പോകാന്നുള്ളതാണ്. നമ്മൾ ഈ സന്തോഷ് പണ്ഡിറ്റ് സിനിമ കാണുന്ന പോലെയാണ് പലരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ കോംബോ എന്ന് പറയുന്നത്. പിന്നെ മാത്രവുമല്ല രണ്ടാളും കൂടി ചേർന്ന് മറ്റുള്ള ഹൗസ് അംഗങ്ങളെ അത്രയും വെറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മറ്റൊരു സത്യം കൂടിയാണ്. എന്തായാലും ഇത് കഴിഞ്ഞ് വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും ഒന്ന് കേട്ടോക്കാം. ചവിട്ടി അരച്ചോണ്ടിരിക്കുക. ബട്ട് ഐ ഫീൽ ലൈക്ക് തിങ്സ് വിൽ ചേഞ്ച്. ആളുകൾ മനസ്സിലാക്കും. എന്ത് സംഭവിച്ചാലും ഞാൻ ആ പിടി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആര് പറഞ്ഞിട്ടാണെങ്കിലും എന്റെ അപ്പൻ നേരിട്ട് വിടാന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ജാസ്മിന്റെ കൈ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരിക്കലും വിടരുത്, വിടേ ചെയ്യരുത്.
മുറുക്കി തന്നെ പിടിച്ചോ. എത്രത്തോളം മുറുക്കി പിടിക്കുന്നു അത്രത്തോളം ഏറലാവുന്നതാണ്. പിന്നെ ജനങ്ങളെല്ലാം കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഏറി കയറാനുള്ള അവസരം ഗബ്രിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ആലോചിക്കണതല്ലേ, ഗബ്രിനെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങിയാൽ ഇതൊക്കെ കണ്ടാൽ മതി, നിങ്ങൾ മുറുക്കി പിടിച്ചാൽ മതി. അന്നേരമുള്ള ഗബ്രിന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. കാരണം ജാസ്മിന് മുൻകാമുകന്മാരുടെ സമ്മേളനമാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും അത് അവിടെ തീരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്, രാത്രി ജാസ്മിന് ജോലി ചെയ്യാണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പാർട്ടി അംഗങ്ങൾ ജാസ്മിന്റെ അടുത്ത് പോയി പറയാണ് ജാസ്മിന് ജോലി ചെയ്യുന്നുള്ളത്. അപ്പോൾ ജാസ്മിന് വാശി പിടിച്ചോണ്ട് ഇല്ല ഞാൻ ജോലി ചെയ്യില്ല എന്ന് പറയാണ്. അങ്ങനെ അവസാനം എന്താക്കാണ്, പവർ ടീം അംഗങ്ങൾ തന്നെ ജാസ്മിന് ജോലി ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അതിനുശേഷം സിബിന് ഒരു ഡയലോഗ് അടിച്ച് ജാസ്മിന് മുഖത്ത് നോക്കിയിട്ട് നമ്മൾ എന്താണെന്ന് കണ്ടോക്കാം. ജോലി ചെയ്യേണ്ട ബാത്റൂം ജോലി വെറുതെ കഴിച്ച് ഇവിടെ ടാസ്ക് ഒക്കെ വരുമ്പോൾ വെറുതെ തിന്നിട്ട് ആ ടാസ്ക് ഒക്കെ ചെയ്ത് കുടിച്ചു വിടുക, പണിയെടുക്കാതെ ജീവിച്ചോ. ഞങ്ങളുടെ അവതാരം എന്തായാലും ജാസ്മിൻ ഇപ്പൊ എന്ത് ചെയ്താലും പറഞ്ഞാൽ ഊക്കരാണല്ലോ നോക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ ജാസ്മിൻ ആ ഗഡ്സ് ഞാൻ സമ്മതിച്ചു. എന്തൊക്കെ പറഞ്ഞിട്ടും കേട്ടിട്ട് ആ പാറ പോലെ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതിനൊരു പ്രത്യേക ഗഡ്സ് തന്നെ വേണം. എന്തായാലും സിബിന്റെ ഈ ഡയലോഗ് ജാസ്മിന് മനസ്സിൽ നല്ലോണം കൊണ്ടുവന്നുള്ളതാണ്. എസ്പെഷ്യലി അവസാനം പറഞ്ഞ ഡയലോഗ്, ഞങ്ങളുടെ ഔദാര്യത്തിൽ തിന്നും കുടിച്ചുകൊണ്ട് ജീവിച്ചെന്ന് പറഞ്ഞത്, അതെന്തോ ജാസ്മിൻ അങ്ങ് തീരെ പിടിച്ചില്ല എന്നുള്ളതാണ്. ജാസ്മിൻ പിന്നെ എന്താക്കുന്നുണ്ട്, ഇതിന്റെ ചൊറുക്ക് കൊണ്ടുപോയി അപ്സരന്റെ അടുത്ത് തീർക്കുന്നുണ്ട്. അത് ഭയങ്കര കോമഡിയാണ്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. നിങ്ങൾ ആരും ഇത് കാണുന്നില്ലേ? നിങ്ങൾക്ക് എന്ത് മനുഷ്യത്വമാണ് പറയുന്നത്? നിങ്ങൾക്ക് എന്താണ് മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്നത്? എന്നോട് കാണിക്കുന്നത് ഞാൻ ചെല്ലുമ്പോ വെറും പട്ടി ആട്ടി ഓടിക്കുന്ന കാണിച്ച് എന്നെ ആട്ടി ഓടിക്കുന്നത് വ്യക്തമെങ്കിലും പറ. ചേച്ചി പറയാനുള്ള ചേച്ചി സംസാരിക്കേ. എന്തായാലും ഇത്രയും ജാസ്മിൻ പറഞ്ഞത് ഒരൊറ്റ ഡയലോഗ് കൊണ്ട് നന്നലങ്ങ് പൊളിച്ചടുക്കി കൊടുക്കുന്നതാണ് അല്ലേ. ചേച്ചിക്ക് പറയാനുള്ള ചേച്ചി പറഞ്ഞെന്നുള്ള രീതി വേറെ എന്തും കൊണ്ടല്ലേ ഇവർ രണ്ടാളും കൊണ്ട് മറ്റുള്ള അവസരങ്ങൾ വെറുത്തു വയ്ക്കണം എന്നുള്ളതാണ്. പിന്നെ ജാസ്മിൻ പറഞ്ഞല്ലോ എനിക്കൊരു പട്ടീനെ വരെ മാത്രമാണ് തരുന്നത്. അത് ജാസ്മിൻ തന്നെ അങ്ങനെ ആക്കി തീർത്തതല്ല. ബിഗ് ബോസ് എപ്പിസോഡുകൾ കാണുന്നവർക്ക് അറിയാം, റീസെന്റ് ഡേയ്സിൽ ആ രീതിയിൽ നടന്ന് ഗബ്രിയും ജാസ്മിനും എല്ലാവരും വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും തിരിച്ചടിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് തിരിച്ചടിച്ചെന്ന് മാത്രം. ദാറ്റ്സ് ഇറ്റ്. എന്തായാലും നമ്മുടെ ഗബ്രി ചേട്ടൻ ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരൻ നേരെ കയറി അങ്ങോട്ട് പെടാണ്. കാരണം ഇനി ജാസ്മിന് വേണ്ടി സംസാരിക്കാൻ ഗബ്രി മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അടുത്ത മക്കളെ ഗബ്രിയുടെ ഷോഫാണ്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. നിങ്ങൾ എന്താ വിചാരിച്ചേ 10 പേര് ഒരുമിച്ചാണ് ടീം, ആ 10 പേര് ഒരുമിച്ചാണ് ടീം ചേർന്നിട്ടുണ്ടെങ്കിൽ 2 പേരെ ഒന്ന് കാണിച്ചേ, ഒന്ന് കാണട്ടെ. വെല്ലുവിളിയൊക്കെ ഞങ്ങൾ 2 പേർക്കെതിരെ നിങ്ങൾ 10 പേരോ, നിങ്ങൾ ആൾബലം ഉപയോഗിച്ച് ഞങ്ങൾ തളർത്താൻ നോക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗബ്രിന്റെ ജാസ്മിന് അടുത്ത സ്ട്രാറ്റജിയാണ് ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജി. വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ ഒറ്റപ്പെടുത്തുന്നു എന്നും പറഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത മുറിവിളി കൂട്ടാൻ പോകുന്നത്. അതിനൊരു തുടക്കം മാത്രമാണ് ഇപ്പൊ ഗബ്രിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണല്ലേ, പണ്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഏറ്റിരുന്നു. പക്ഷെ ഇപ്പൊ തീരെ അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതിന് ശേഷം സംഭവിച്ചത് അതിനും കോമഡിയാണ്. വന്നവനും നിന്നവനും പോലൊക്കെ ഇട്ടു വെക്കാണ്. ഇനി അടുത്ത വെക്കല് ചരണിന്റെ ഒക്കെ ജാസ്മിനാണ്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഇമോഷണൽ അറ്റാക്ക്, ആ അറ്റാക്ക്, ഈ അറ്റാക്ക് എപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്സര ഡ്രാമ, ചിലപ്പോൾ കരയുന്ന ഡ്രാമ, ചിലപ്പോൾ ചിരിക്കുന്ന ഡ്രാമ. അതെ, ചിലപ്പോ ഒറ്റപ്പെടൽ ഡ്രാമ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇനി അടുത്ത ഡ്രാമ അതാണ് ഇറങ്ങാറാൻ പോകുന്നത്. എല്ലാവരും എന്നോട് എന്താണ് ഗൈസ് ഇങ്ങനെ പെരുമാറുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും ജാസ്മിൻ കരയാൻ പോകുന്നത്. മുമ്പ് അങ്ങനെ 2-3 വട്ടം കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കരഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഒരു പ്രശ്നമില്ലാണ്ട് ഓടിച്ചാടി നടക്കുകയും ചെയ്യും. അതാണ് കോമഡി. എന്തിനാണെങ്കിലും ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഡ്രാമ അടിച്ചെടുക്കണം എന്നുള്ളതാണ്. എന്തായാലും ചരണിന്റെ ഊക്കൽ കഴിഞ്ഞു. ഇനി അടുത്ത ഊക്കൽ എന്ന് പറയുന്നത് ജാൻമണിന്റെ മക്കളുടെ ഊക്കലാണ്. ആർക്കാണ് ഗബ്രിക്ക് നേരമുള്ളത്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. ജാൻമണി വരെ അല്ലേ, സാധാരണ ജാൻമണി ആരും ഊക്കലില്ല. ജാൻമണി വരെ ഇപ്പൊ ഗബ്രീനെ ഊക്കി തുടങ്ങിയെന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വന്നവരും നിന്നവരും കെടുന്നവരും പോയവരും ഇപ്പൊ ഗബ്രീനെ എങ്ങനെ ഊക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കണതല്ലേ ഇവനെന്താ പൊട്ടനാണെന്നുള്ളതാണ്. എല്ലാവരും വന്ന് നോക്കുന്ന സമയത്ത് ഇവന് കാര്യം മനസ്സിലാക്കിക്കൂടെ എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവന്റെ മൈൻഡ് സെറ്റ് മൊത്തം ജാസ്മിൻ ആയിരിക്കും. എങ്ങനെയും ജാസ്മിനെ കിട്ടണം എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് എന്തും സഹിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്. ഇടയ്ക്കപ്പോൾ ജാസ്മിനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, എനിക്ക് ഗെയിമിനേക്കാളും വലുത് നീയാണ് ജാസ്മിൻ എന്നുള്ളത്. അപ്പൊ ഇവന്റെ ലക്ഷ്യം കപ്പ് എടുക്കലൊന്നുമല്ല, ജാസ്മിൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടി ഇവൻ എത്രയും നാണം കിടാൻ തയ്യാറാണെന്നുള്ളതാണ്. ശരിക്കും ഇവനെ പോലുള്ള ചെക്കന്മാരെ കിട്ടുന്നതാണ് പെണ്ണുങ്ങൾക്ക് ഭാഗ്യം. കാരണം കണ്ടില്ലേ, സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഏത് രീതിയിൽ നാണം കെടാനും തയ്യാറായി വന്നിരിക്കുന്നത്. എന്തായാലും അത് അവിടെ തീരുന്നു. പിന്നെ ഉള്ളത് അടുത്ത ദിവസത്തിൽ ചില രംഗങ്ങളാണ്, വേറൊന്നുമല്ല. അന്ന് രാത്രി ജാസ്മിന് വേണ്ടി അപ്സര ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ അത് കഴിക്കാണ്ട് പോയി കിടന്നുറങ്ങി. അതിനുള്ള കാരണം അറിയാലോ, സിബിയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ ഔദാര്യത്തിൽ തിന്നും കുടിച്ചും കഴിയുന്നുള്ളത്. പുള്ളിക്കാരെ അതിന്റെ ദേഷ്യം തീർത്തതാണ്. അങ്ങനെ അടുത്ത ദിവസം ജാൻമണി അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് ഈ ഫുഡ് അവിടെ കാണാണ്. അങ്ങനെ ജാൻമണി എല്ലാവരും അവിടെ വിളിച്ചു കൂട്ടി ഇതൊരു വിഷയമാക്കി മാറ്റാണ്. അപ്പൊ അന്നേരം ജിൻഡോ എന്താക്കുന്നുണ്ട്,
ഈ പ്രശ്നം മാളി കത്തിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂടി ജാസ്മിനോട് പോയി ചോദിക്കുന്നുണ്ട്, എന്താ ജാസ്മിനെ എടുത്തു വെച്ച ഫുഡ് കഴിക്കാത്തുള്ളത്. അപ്പൊ അന്നേരം ജാസ്മിൻ, ഞാൻ പറഞ്ഞു ഫുഡ് എടുത്ത് വെക്കാൻ, ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. പച്ച കള്ളാണ് പറഞ്ഞത്. അപ്സരനോട് പറഞ്ഞിട്ടാണ് അപ്സര എടുത്ത് വെച്ചത്. അവസാനം ഇതുമായി ബന്ധപ്പെട്ട് സിബിന്റെ അടുത്ത് ജാസ്മിൻ സംസാരിക്കാൻ പോകുന്നുണ്ട്. അന്നേരമുള്ള സിബിന്റെ അപ്രോച്ച് നമുക്കൊന്ന് കണ്ടുനോക്കാം. മുന്നിൽ നിന്ന് പോ സാത്താനെ. പുച്ഛിക്കാൻ പോലുള്ള യോഗ്യത നിനക്കില്ല. കുറച്ച് പ്രേമം കളിക്ക്, അല്ലെങ്കിൽ കുറച്ച് കരയെ. അപ്പൊ ബിഗ് ബോസ് അകത്ത് വിളിച്ചിട്ട് കുറച്ച് ഉപദേശം തരും, പിന്നെ വെളി വന്ന് സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന പോലെ അഭിനയിക്കും. വീണ്ടും ഊക്കി വിടാനില്ല. ശരിക്കുണ്ടല്ലോ സിബിന്റെ അടുത്ത് ജാസ്മിൻ ഒരു കളി നടക്കുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴൊക്കെ ജാസ്മിൻ സിബിന്റെ അടുത്ത് ആർഗ്യൂ ചെയ്യാൻ പോകുന്നു, അപ്പോഴൊക്കെ സിബിൻ ഊക്കി വിടുന്നുണ്ട്. മാത്രവുമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സിബിൻ വരുന്നവരെ ജാസ്മിനും ഗബ്രി എന്ത് കാണിച്ചാലും ബാക്കിയുള്ളവരും മിണ്ടാതിരിക്കായിരുന്നു. പക്ഷെ സിബിൻ വന്നതിന് ശേഷമാണ് എല്ലാവരും പ്രതികരിച്ച് തുടങ്ങിയെന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മുടെ ഗബ്രി ചേട്ടന് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ജാസ്മിന് എന്താണെങ്കിൽ ഗബ്രിക്ക് അനങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഗബ്രി എന്താക്കാണ്, കളത്തിലേക്ക് ഇറങ്ങാണ് സുഹൃത്തുക്കളെ. നട്ടന്ന് ജാസ്മിന് വേണ്ടി ഗബ്രി വാദിക്കുന്നുണ്ട്. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ എവിടെയൊക്കെ പോയി വാദിക്കുന്നു അവിടുന്നൊക്കെ ഗബ്രിക്ക് ഊക്ക് കിട്ടുന്നുള്ളതാണ്. നമുക്ക് തരാമെന്ന് കണ്ടുനോക്കാം. അവന്റെ നാക്കിൽ സ്റ്റേപ്പിളർ അടിച്ചില്ലെങ്കിൽ അവ ഇപ്പൊ ചാവും. ഇവിടെ കിടന്ന് ഇടിയുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർക്ക് ഊക്കണ ഇഷ്ടമാണ്. ശ്രീതൊന്നും ആരും ഊക്കാത്തതാണ്. ആ ശ്രീത് വരെ അല്ലേ, ശ്രീതും കൂടെ ആയപ്പോ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. അപ്പൊ മൊത്തത്തിൽ ഇവർ രണ്ടുപേരും ആ വീട്ടിൽ അങ്ങ് ഒറ്റപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ഇവരുടെ രണ്ടുപേരും കളികളൊന്നും ഏക്കാത്ത ലെവലിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ജാസ്മിനും ഗബ്രിയും വിട്ടുകൊടുക്കില്ല മക്കളെ. ഇവർ പൊരുത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ജാസ്മിന് വേണ്ടി നിലകൊള്ളാനുള്ള ഗബ്രിന്റെ മനസ്സ് അതെങ്ങനെയായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. എന്തായാലും ഇതിന് ശേഷം സിബിന്റെ ഒരു ഊക്കും കൂടി ഉണ്ട്. അതും കൂടി കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മൂട് താങ്ങാതെ സംസാരിക്കാൻ പറ്റും. അയ്യോ, ആരാ മൂട് താങ്ങിനെ കുറിച്ച് പറയുന്നേ? മൂട് താങ്ങ കൊണ്ട് നടക്കുന്നവരാണ്. ഒന്നും പറയാനില്ല. എന്തായാലും മതി, ഇനി ഇത് കണ്ടോണ്ടിരിക്കാൻ കൊണ്ട് വയ്യ. അപ്പൊ ഇത്രയൊക്കെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അങ്ങ് അരങ്ങേറിയത്. ഡേ 2 തൊട്ട് തുടങ്ങിയതാണ് ജാസ്മിനും ഗബ്രീന്റെയും വെറുപ്പിക്കല്. ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും ഇത്രയും ദിവസം എല്ലാവരും കണ്ടു മിണ്ടാതെ കുത്തിരുന്നു. പക്ഷെ 36-37 ദിവസങ്ങളായപ്പോഴേക്കും എല്ലാവരും പ്രതികരിച്ച് തുടങ്ങി എന്നുള്ളതാണ്. ആ പ്രതികരണമാണ് നമ്മളിപ്പോ കണ്ടത്. എന്തായാലും കൊള്ളാം, ഇപ്പോഴെങ്കിലും പ്രതികരിക്കാൻ തോന്നിയല്ലോ. ഇനിയെങ്കിലും ഇവരുടെ അപരാധികളൊന്നും നിൽക്കട്ടെ. അത് നിന്നിട്ട് മര്യാദക്കെങ്കിലും ഒന്ന് ബിഗ് ബോസ് കാണായിരുന്നു. ഇപ്പൊ കാണാനേ പോറാണ്. അത്ര എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളൂ. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.